സമയം 8:30. അമ്മക്ക് ഒരാള് ചോദിച്ചു ഇവിടെ ഫാൻ ഇല്ലേന്ന് കേട്ടോ. ഞങ്ങൾക്ക് ഈ വർഷം പറഞ്ഞിട്ട് മരണത്തിന്റെ കളിയാ. ശരിയാ. എന്തോരം പേരെ ചോദിക്കാം, അഭിപ്രായം ചോദിക്കാം. വാട്ട് ഈസ് യുവർ അഭിപ്രായം? സാലഡും അടിപൊളിയാ. സാലഡ് വേണം, മക്കൊന്ന് മാറി കിട്ടണം വായിൽ വെക്കുമ്പോഴേ. എങ്ങനെയുണ്ട്? നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെയല്ല, ഇവിടെ അങ്ങനെയുള്ള വിഷയം ഒന്നുമില്ല. പെറോട്ട വാങ്ങിച്ചതാട്ടോ. ഞാൻ ഇന്ന് ഒരു വീഡിയോയിൽ പറഞ്ഞില്ല, കാറിൽ നിന്ന് പോന്നപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത്. അത് ഇത് ഉണ്ടാക്കിയപ്പോഴാണോ മട്ടൻ അല്ലേ? മട്ടന്റെ കൂടെ എന്നാ കഴിക്കണെന്നുള്ളത് ചോറായിരിക്കൂല എന്നാന്നുള്ളത് നിങ്ങളോട് പറയാന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതേ പെറോട്ട മേടിച്ചു. എല്ലാവർക്കും 2 മതി, ഒക്കെ 1 മതി. അപ്പൊ നാളെ 1 എടുക്കാന്ന് ഞാൻ പറഞ്ഞു. പെറോട്ടയും മട്ടൻ റോസ്റ്റ് സാലഡ്. ഗ്രാൻഡ് മട്ടൺ റോസ്റ്റ് ആണ്. കുറച്ച് റിബ്സും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഇറ്റ്സ് വെരി യമ്മി, ഇറ്റ്സ് വെരി ഡെലീഷ്യസ്. കുളി കഴിയാൻ വരെ എനിക്ക് ഇരിക്കാനൊരു ക്ഷമക്കുറവുണ്ട്. ഇല്ല ഇനിയിപ്പോ അതെ, കുളി കഴിഞ്ഞിട്ട് കഴിക്കണുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കുളി കഴിഞ്ഞാൽ കുറെ നേരം കഴിഞ്ഞ് പിന്നെ കഴിക്കാൻ പറ്റുള്ളൂ. അതിലും നല്ലത് കുളി കഴിഞ്ഞ് കഴിക്കണ. ഇന്ന് അമ്മ ഇങ്ങനത്തെ സാലഡാണോ ഉണ്ടാക്കിയത്? സാധാരണ കേട് സാലഡ് ഒക്കെ. കേട് സാലഡ് ഇതിനാണോ? കേട് സാലഡ് എന്തിനാ ഉണ്ടാക്കണം? ബിരിയാണിക്ക്. ബിരിയാണി, പുലാവ്, മസാല റൈസ് അങ്ങനെയുള്ള ഇതിനൊക്കെയാ. അപ്പക്കാട്ടോ പൊറോട്ട എടുത്തത്. എത്ര പൊറോട്ട വാങ്ങി നമ്മള്? മൊത്തം 6 വീതം. ഞാൻ 2 തിന്നൂല, 1 തിന്നോളൂ. ഒരെണ്ണം ഞാൻ നാളെ കൊണ്ടുപോക്കോളാം. കഴിക്കാം. അത് അപ്പയ്ക്ക് താല്പര്യം ഉണ്ടാവൂല. ചപ്പാത്തി ആയിരിക്കും അപ്പയ്ക്ക് അങ്ങനെ ഇഷ്ടം. ഞാൻ സ്റ്റീൽ പ്ലേറ്റ് ആട്ടോ എടുത്തേക്കണം. ഇടാം. മട്ടനപ്പം അധികം വേണ്ടാന്നാ പറഞ്ഞു. ആണോ? എന്നാ ഹെവിയാന്നും പറഞ്ഞു. ഉച്ചക്ക് ഹെവി മീലല്ലാനോ മട്ടൻ കുട്ടിച്ചായന്റെ അവിടത്തെ ചക്കോളം. അതെ, ഇതന്നെ കോരിട്ടിങ്ങി പോരാത്ത സ്പാറ്റിലായിട്ടാണ്. എടുക്കട്ടെ. മലയാളികളുടെ ഒരു വികാരമാണ് ഈ ചപ്പാത്തി അല്ല പൊറോട്ടയും ഇറച്ചിയും. സാലഡ് എടുക്കട്ടെ കേട്ടോ. ഇത് കൂടുതലുണ്ട്. ഇച്ചിരി അമ്മ എടുത്തോട്ടോ. ഞാനിത് മുഴുവനും കഴിക്കണം തോന്നണില്ല കേട്ടോ. കഴിക്കണ്ട, അവിടെ ഇരുന്നോട്ടെ. അപ്പ കഴിച്ചോളൂ. അപ്പ അടിക്കുന്നു. അപ്പ എങ്ങനെ തിന്നൂല. ഇവിടെ അങ്ങനെ അപ്പയ്ക്ക് ഇഷ്ടമുള്ളത് എന്നാന്ന് വെച്ചാൽ ഹെവി ആയിരുന്നു. ഉച്ചയ്ക്ക് ഹെവി മീൽ കഴിച്ചത് കൊണ്ടാണ്. അതെ, എന്നിട്ട് ഇതുപോലെ മതി മതി മതി. ഇതൊന്നും മാറ്റി ഇവിടെ വെച്ച് പിടിച്ചു. ഇങ്ങനെ വെച്ചു. അടിപൊളി. ബീഫല്ല മട്ടനാണ് കേട്ടോ. വലിപ്പം അല്ല, നുറുക്ക് ബീഫല്ല എന്ന് കണ്ടാ അറിയാതെ. പെട്ടെന്ന് നോക്കുമ്പോ ബീഫാണോ എന്ന് സംശയിക്കും, പക്ഷെ ബീഫല്ല. റിബ്സിന്റെ ആട്ടോ എല്ലാം. അതെ അതെ, പക്ഷെ അത് കടിച്ച് തിന്നാവുന്നില്ല. നല്ല ഇളവനല്ലേ? സമയം 8:30. അമ്മക്ക് ഒരാള് ചോദിച്ചു ഇവിടെ ഫാൻ ഇല്ലേന്ന്. ഫാൻ ഉണ്ട് കേട്ടോ, പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല. ഇന്നൊരു ശമനമുണ്ട്. ഇനി ചെറിയൊരു ശമനം തോന്നുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഈ വർഷം പറഞ്ഞിട്ട് മരണത്തിന്റെ കളിയാ. ശരിയാ. എന്തോരം പേരെ പ്രായമായവരാ കൂടുതലും. കഴിഞ്ഞ വർഷമാണ് ടീനേജ് മുതലല്ലേ ചെറുപ്പക്കാർ ഒരുപാട് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വേണ്ടപ്പെട്ടവർ പോയി. കഴിഞ്ഞ വർഷം അവരുടെയൊക്കെ ആണ്ട് വരുവാ ഏപ്രിൽ മെയ് ജൂണൊക്കെ ആയിട്ട്. ഒരാക്കടെ കഴിഞ്ഞു ജനുവരിയിൽ സജുവിന്റെ. പിന്നെ അങ്ങനെ വന്നു. ഈ വർഷം പക്ഷെ പറഞ്ഞിട്ട് ചൊവ്വാഴ്ച ഞങ്ങക്ക് 2 മരണാടക്കിന് പോകാനുണ്ട്. വരുന്ന ചൊവ്വാഴ്ച. അതായത് ഇപ്പൊ നിങ്ങൾ കണ്ടു കഴിഞ്ഞു ആണ് ഇതൊക്കെ. അത് ശരിയാ. അത് ഇവിടെ ഉണ്ടാവൂല കേട്ടോ, ഓഫീസിൽ പോകും. ഞങ്ങൾ 2 പേരും കൂടെ പോണം. ഒന്ന് അങ്കമാലി, ഒന്ന് മുളന്തുരുത്തി. ഓക്കെ, അപ്പൊ കൊടുക്കാം. അപ്പയോട് ചോദിക്കാം, അഭിപ്രായം ചോദിക്കാം. വാട്ട് ഈസ് യുവർ അഭിപ്രായം? അതെ, അമ്മ കൃത്യമായിട്ട് പറഞ്ഞത്. അപ്പയുടെ പ്രിയപ്പെട്ട മട്ടൻ റിബ്സും ഉണ്ട്, കറിക്കട്ടും ഉണ്ട്. എനിക്കുണ്ട് പൊറോട്ട. എന്നാ 1/2 കഴിച്ചോ? 1.5. അപ്പൊ 1/2 ഞാൻ കൊണ്ടുപോക്കോളാം. ഞാൻ 1/2 നാളെ കൊണ്ടുപോക്കോളാം കേട്ടോ. അത് ചെയ്തോന്നേ, അതിനാണ് അങ്ങനെ എടുത്തത്.
അപ്പോൾ ഇത് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. പൊറോട്ട വിത്ത് മട്ടൺ റോസ്റ്റ്. അതെ, നല്ല കോമ്പിനേഷനാണ്. നല്ല കോമ്പിനേഷനാണ്. മട്ടൺ നല്ല കിടില മട്ടണാ. ഇന്ന് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി കഴിഞ്ഞപ്പോഴേ അതിന് പ്രത്യേക ഇത് വന്നു, രുചി കൂടി. സാലഡും അടിപൊളിയാ. സാലഡ് വേണം, ആ മക്കൊന്ന് മാറി കിട്ടണം വായിൽ വെക്കുമ്പോഴേ. എങ്ങനെയുണ്ട് മട്ടൻ? എങ്ങനെയുണ്ട്? ലുലുവിന്റെ മട്ടനെ പറ്റി പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. പ്രിപ്പറേഷൻ എങ്ങനെയുണ്ട്? പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ലുലുവിലെ മട്ടൻ വളരെ നല്ലൊരു മട്ടനാണ്. അതെ, നമ്മുടെ എക്സ്പീരിയൻസ് ഇതുവരെ വളരെ നല്ലതാണ്, അഭിപ്രായമാണ്. അപ്പോൾ ഒന്ന് മേടിച്ച് അത് പരീക്ഷിക്കുന്നത് നല്ലതാണ്. അതിപ്പോൾ ഇതിൻ്റെ കൂടെയോ നമ്മുടെ ഈ പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അതല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ ആണെങ്കിലും അത് കഴിക്കാം. ആസ്വാദികരമാണത്. മട്ടൻ എപ്പോഴും മട്ടൻ തന്നെയാണ്, അതിൻ്റെതായ ഒരു റിച്ച്നെസ് ഉണ്ട് മട്ടന്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ചൂടാക്കി ഇതങ്ങ് ഇട്ടേക്കാം. ഹാഫാണ്, ഹാഫല്ല, അതിന് കൂടുതലുണ്ട്. അപ്പയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അമ്മയുടെ മട്ടൺ റോസ്റ്റിനെ പറ്റി പറയാൻ വാക്കുകളില്ലാന്നാ പറഞ്ഞേ. അതും കേമനാന്ന് പറഞ്ഞു. അതും കേമനാ. ഇപ്പൊ ഏതാ മോശം? ഞാനതാ ചോദിക്കാൻ ഓരോ നമ്പർ ഇട്ട് ചോദിക്കണം. മോശപ്പോ ഒന്നും ഇല്ല. ഇച്ചിരി വെള്ളം ചൂടാക്കട്ടെ. ആ മട്ടൻ ഇരുന്ന പാത്രം കഴുകണം. ചെറിയ പാത്രത്തിൽ ഇനി എടുത്തു വെക്കാനുള്ളത്. അത് ശരി, ഞാനും എടുത്തോളാം കേട്ടോ. അമ്മയ്ക്കുള്ളത് സ്റ്റൂ ആണോ? സ്റ്റൂ ആണോ അമ്മ എടുക്കണേ? വേറെ പാത്രത്തിലുണ്ട്, ഞാൻ അത് എടുത്തതങ്ങ് ചൂടാക്കി എടുക്കാൻ നോക്കാം. ചൂടാക്കി വെച്ച് പിന്നെ കുട്ടിയിൽ വെച്ചാൽ കൊള്ളൂല. അമ്മ മട്ടൺ അധികം അങ്ങനെ കഴിക്കില്ല കേട്ടോ. അതായത് മീറ്റ് ഐറ്റംസ് അമ്മ പൊതുവെ ഇപ്പൊ അങ്ങനെ കഴിക്കാറില്ല. അതുകൊണ്ടാണ് എടുക്കാത്തത്. ഇഷ്ടംപോലെ മട്ടൺ ഇരിപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് അമ്മ ഫിഷ് മോളി എടുക്കാന്ന് വിചാരിച്ചു അല്ലേ? അമ്മ ഫിഷ് മോളിയാണ് കഴിക്കാൻ പോണത്. അത്ര വലിയ ഇതൊന്നും അല്ല. പിന്നെ അത് മൊത്തം അങ്ങ് എടുത്തോ? അങ്ങനെയൊന്നും മീൻ കഴിക്കാൻ പറ്റില്ല. അവിടെ ഫ്രിഡ്ജിലുണ്ടെന്നേ, അത് പിന്നെ ചൂടാക്കി വെച്ചാൽ കയറ്റാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്റെ കഴിപ്പ് ഇത് അത്താഴം. പിന്നെ പഴം ഇരിപ്പുണ്ട്, പഞ്ഞ ഇരിപ്പുണ്ട്, എന്ത് വേണമെങ്കിലും കഴിക്കാം. സാലഡ് എനിക്ക് വേണ്ട കേട്ടോ. സാലഡ് ഇച്ചിരി എടുത്തോ. അവിടെ ഇരിപ്പുണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല അമ്മ എടുക്കാത്തത്. എനിക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും ഞാൻ ഉപയോഗിക്കാറുണ്ട്. നിങ്ങളാരും വിചാരിക്കുന്ന പോലെയല്ല. ഇവിടെ അങ്ങനെയുള്ള വിഷയം ഒന്നുമില്ല. ഞാൻ കൈകാര്യം ചെയ്തിട്ടാണ് ഇവരുടെ കൈകളിൽ ചെല്ലുന്നത്. എനിക്ക് അധികം കഴിക്കാൻ മേലാത്തുള്ള വിഷയം കൊണ്ടാണ്. അപ്പം എല്ലാവരും എന്നാന്ന് ചോദിക്കും. ഞാൻ പറയാറുണ്ട് ഫുഡ് റെസ്ട്രിക്റ്റ് ചെയ്താൽ കഴിക്കുന്നത്, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല എന്ന്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കുറച്ച് കഴിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ഭയങ്കര ഹെവി അല്ലേ? ശരി, ബൈ ബൈ ബൈ. ലൈറ്റ് എടുത്തേക്കട്ടെ. നാളെ സൂര്യഗ്രഹണം കേട്ടോ. എപ്പോഴാ തുടങ്ങണേന്ന് അറിയോ? 8-ാം തീയതി രാവിലെ. എപ്പോഴാന്ന് അറിയോ തുടങ്ങണേ? ഞാനും മറന്നുപോയി എപ്പോഴാന്ന്. ഏപ്രിൽ 8 കാര്യം കേട്ടോ നമ്മള് പറഞ്ഞേ. ഏപ്രിൽ 7 സൺഡേയാ. അതെ, മതി, എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അമ്മയുടെ മട്ടൺ റോസ്റ്റ് കേമനാണ്. വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നുണ്ടോ? അപ്പൊ അമ്മ ചോദിച്ചു ഏതാ മോശമെന്ന്. ഫിഷ് മോളി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഫിഷ് മോളി ആണോ മട്ടൺ റോസ്റ്റ് ആണോ കേമൻ എന്നാ ചോദിച്ചേ. ഏതാ ഇപ്പൊ മോശം? അപ്പൊ ഒന്നും പറയണില്ല. ഏത് സംഗതിയും ചെയ്തല്ലേ ശരിയാവണം. അതെ 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 അതെ.
അമ്മ ഇത് ചെയ്ത് പഠിച്ചതാട്ടോ. പഠിച്ചതല്ലാതെ നമ്മളെല്ലാം പഠിച്ചു വന്ന് ആ, ഒരു സെക്കൻഡിൽ പൂർണ്ണരായിട്ട് വരുന്നതല്ല. ഞാൻ എല്ലാവരോടും ചോദിച്ച് മനസ്സിലാക്കി കേട്ടും കണ്ടും അറിഞ്ഞും പഠിച്ചെടുത്തതാണ്. പഠിക്കണമെന്നുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതെ. ഇവിടെയുള്ളവരോടും ചോദിക്കും, എൻ്റെ വീട്ടിലുള്ളവരോടും ചോദിക്കും. അങ്ങനെ ഞാൻ പഠിച്ചെടുത്തതാണ്. അത്യാവശ്യം ജീവിക്കാനുള്ളതൊക്കെ കുക്ക് ചെയ്യാൻ പഠിച്ചു. അതാ മതി. അങ്ങനെ ഞാനും കഴിക്കുവാണ് അവസാനം. പൊറോട്ട ഇച്ചിരി മുറിക്കുന്നു. ഇതേ ഇച്ചിരി ഇതേ റിബ്സിൻ്റെ ഭാഗം കൂട്ടിയെടുക്കാം നമുക്ക്. നല്ല ടേസ്റ്റിയാണ്. കണ്ട, ആഹാ വായിന്ന് വെള്ളം തന്നെ. ഇത്തിരി സാലഡ് എടുക്കാം. അടിപൊളി. നല്ല ടേസ്റ്റാട്ടോ.